എഴുന്നേക്കുന്നില്ലേ? നേരം കുറെ ആയി, സ്കൂളിൽ പോവണ്ടേ? മോഹനേട്ടാ, ഇന്ന് എവിടെയാ പ്രോഗ്രാം? അത്താഴത്തിനുണ്ടോ? ഇന്ന് വലിയ പ്രോഗ്രാം ഒന്നും ഇല്ലടി. തുറവുങ്കൽ ക്ഷേത്രത്തിലൊരു ഭജന. മോളെ വാളു, എഴുന്നേക്കുന്നില്ലേ? അമ്മ ഞാൻ പോവാണേ. അമ്മേ 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 വിശക്കുന്നമ്മേ, വാ അമ്മേ വാ. വരുവാ. ഞാൻ ഉറങ്ങാൻ പോവാ. ഇത്ര നേരത്തെയോ? നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടേ? വേണ്ട. കുളിച്ചിട്ട് വാ, ഭക്ഷണം എടുത്ത് വെക്കാം. ആ, എന്താ ഗീതേ, നിനക്ക് എന്തു പറ്റി? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കൊരു വിഷമം പോലെ. ഒന്നുമില്ല മോഹനേട്ടാ, മോളുടെ കാര്യം ഓർത്ത് ഒരു സമാധാനവും ഇല്ല. മോളുടെ കാര്യമോ? മോൾക്കെന്തു പറ്റി? ഇന്ന് അവളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിരുന്നു. നമ്മൾ അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞേക്കുവാ. അതെന്തിനാ? അതറിയില്ല മോഹനേട്ടാ. നീ അതവരോട് ചോദിച്ചില്ലായിരുന്നു? അതിനവളൊന്ന് നിന്ന് തരണ്ടേ? അവൾ ആകെ മാറി. പണ്ടത്തെ പോലെ അവൾക്ക് കളിച്ചിരി ഒന്നുമില്ല. എപ്പോഴും ദേഷ്യവും വാശി. ആഹാരം പോലും വേണ്ട. അവളിപ്പം കുറച്ചുകൂടെ വളർന്നില്ലേ, അതിൻ്റെ ആവും. സാരമില്ല, അതൊക്കെ അങ്ങ് മാറും. നീ കഴിക്കേ. നീ ഇതുവരെ അത് വിട്ടില്ലേ? ഒരു സമാധാനവും ഇല്ല മോഹനേട്ടാ. മോഹനേട്ടൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. പോട്ടടി, സാരമില്ല, എല്ലാം ശരിയാവും. ആ, ഞാൻ നോക്കിക്കോളാം. നാളെ നമുക്ക് ടീച്ചറെ പോയെന്ന് കണ്ടാലോ? എന്നിട്ട് നോക്കാം. നീ സമാധാനമായിട്ടിരിക്കും. വേഗം ചെല്ലും മോളെ, പൂജയൊക്കെ ഇപ്പം കൊണ്ട് പോയതേ ഉള്ളൂ. സാരമില്ല ആന്റി, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. എന്താ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയോ? പൂജ ഇപ്പൊ എന്നോട് മിണ്ടാറില്ല, ക്ലാസ്സിലാരോടും മിണ്ടാറില്ല. ശരി ആന്റി, സമയായി, ഞാൻ പോവാ. ഒന്ന് വാ ഇങ്ങോട്ട്. ടീച്ചർ, എന്താണ് ഞങ്ങളുടെ മോൾക്ക് സംഭവിച്ചത്? വീട്ടിലും അവള് പണ്ടത്തെ പോലെയല്ല. പൂജ ഇപ്പൊ പഠിത്തത്തിലും പിറകോട്ടാ. സംശയം തോന്നി ഞാനും കൗൺസിലറും ഒരു ദിവസം അവളുടെ ബാഗ് പരിശോധിച്ചു. നിങ്ങളുടെ മകൾ മയക്കുമരുന്ന് അടിമപ്പെട്ടു എന്നാ മനസ്സിലാക്കാൻ സാധിച്ചത്. എവിടുന്നാ ടീച്ചർ ഇവൾക്കിത് കിട്ടുന്നത്? അതിപ്പോ കേരളത്തിൽ സുലഭമല്ലേ. ഞങ്ങൾ എന്താ ടീച്ചർ ചെയ്യേണ്ടത്? അവളൊരു പെൺകുട്ടിയല്ലേ, മാത്രല്ല ക്ലാസ്സിലെ മിടുക്കി കുട്ടി. നമുക്ക് നോക്കാം, വിഷമിക്കാതെ. പൂജയുടെ പേരൻസാ. എന്താ ഈ കാര്യങ്ങൾ? ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. പൂജ ഒരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി ഭദ്രമാക്കേണ്ടത് നമ്മളുടെ കടമയല്ലേ. എന്താണ് ടീച്ചർ ഇതിനൊരു പോംവഴി? എന്തിന് ഞങ്ങൾ തയ്യാറാ. നമുക്ക് അവളെ എത്രയും പെട്ടെന്ന് ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. അതിനുള്ള കോണ്ടാക്ട്സ് ഒക്കെ ഞങ്ങൾ തരാം. വളരെ നന്ദിയുണ്ട് ടീച്ചറെ. ചേച്ചി, മോള് ബാംഗ്ലൂരിൽ നിന്ന് വരാറായോ? ഈ ആഴ്ച വരും മോള്. പിള്ളേര് വരാറായില്ലേ? പിള്ളേര് വരാറായി. എന്നാ ശരി, ഞാൻ പോവാണേ.
അമ്മ എന്നെ ചേച്ചി രാവിലെ വഴക്ക് പറഞ്ഞു. എന്തിനാ എന്നെ പട്ടിക്കുട്ടിയെ ഡി തൊടിയിട്ടില്ല. എന്തിനാ കുഞ്ഞിനെ വിഷമിച്ചത്? എടി നിന്നോടാ ചോദിച്ചത് എന്തിനാ വിഷമിപ്പിച്ചതെന്ന്. മോൾ എന്തിനാ വിഷമിച്ച് നിൽക്കുന്നത്? എന്തു പറ്റി? ഇവിടുത്തെ പട്ടിക്കുട്ടിയെ കാണുന്നില്ലല്ലോ. ഓ, അതാണോ കാര്യം? അവള് പുറകെ പ്രസവിച്ച് കിടക്കുക. എനിക്കിപ്പോ കാണണം. ഇപ്പം പറ്റില്ല മോളെ, അവൾ പ്രസവിച്ച് കിടക്കല്ലേ. കുഞ്ഞുങ്ങളെ എടുക്കാൻ ചെന്നതാണെന്ന് വിചാരിച്ച് പിടിച്ചു കടിക്കും. ആൻറ്റി മോൾക്ക് വേറെ ദിവസം കാണിച്ചു തരാം കേട്ടോ. ചേച്ചി ഇവിടെ മോളെ വന്നില്ലേ? ചേച്ചിക്ക് വയ്യ, ദൂരെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുക. ദൂരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്തൊക്കെ വേണം? എന്തു പറ്റി? ഒന്ന് വേഗം പാ മാളു, ബെല്ലടിക്കാറായി, ടീച്ചർ വഴക്ക് പറയും. എന്തു പറ്റി? ദൂരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ആ ടീച്ചറോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവൾക്ക്? ഇപ്പൊ നല്ല മാറ്റമുണ്ട് ടീച്ചറെ. അവളുടെ പഴയ കളിച്ചിരിയൊക്കെ തിരിച്ചു വന്ന പോലെ. ഇതേതാ ഈ പട്ടിക്കുട്ടി? അത് മോൾക്കൊരു ചേട്ടൻ കൊടുത്തതാ വരുന്ന വഴിക്ക്. അവളിപ്പോ അതിന്റെ പുറകെയാ. ഇപ്പൊ ഇവളെ ഡോക്ടറെയൊക്കെ കാണിക്കുന്നില്ലേ? കാണിക്കുന്നുണ്ട്, അടുത്ത ആഴ്ച ചെക്കപ്പിന് കൊണ്ടുപോകണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഒരു ഗ്ലാസ് ചായ പോലും ഓ, കുടിച്ചില്ല. അതൊന്നും കുഴപ്പമില്ല. ഞാനിതിലെ പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇനി ഒരിക്കൽ വരാം. പോട്ടെ പോട്ടെടാ. ഇപ്പം എങ്ങനെയുണ്ട് മോൾക്ക്? ഹാപ്പി ആണല്ലോ അല്ലേ? മോൾക്ക് നല്ല മാറ്റമുണ്ട് ഡോക്ടർ. പെറ്റ്സിനെ ഇഷ്ടമില്ലാതിരുന്ന ഇവളിപ്പോൾ അതിനോട് നല്ല താല്പര്യം കാണിക്കുന്നു ഡോക്ടർ. അത് നല്ലൊരു ശുഭാർത്ത തന്നെയാണ്. ഇങ്ങനെയുള്ള കേസുകൾ സാധാരണ സമയമെടുക്കും റിക്കവർ ആവാൻ. മോളുടെ കാര്യത്തിൽ അതൊരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് പ്രകൃതിയിൽ നിന്ന് മാറി അതേപോലെ ഇൻ്റർനെറ്റിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ തിരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള അപകടത്തിലൊക്കെ ചെന്ന് വീഴുന്നത്. നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതിയിലേക്കും അരുമമൃഗങ്ങളിലേക്കും കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നതാണ്. ഇതിലൂടെ നമ്മുടെ കുട്ടികളുടെ മാനസിക വളർച്ചയും അതുപോലെ തന്നെ അവരുടെ പഠനത്തിനും നല്ല സഹായമായിരിക്കും. അപ്പോൾ ഇനി മെഡിസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ലക്കി, മോളോട് അവനങ്ങ് അടുത്തല്ലോ. സാധാരണ ആരുടെടുത്തും പോവാത്തതാ. ഇതെൻ്റെ മോളുടെ ചങ്ങാതിയായിരുന്നു. മോള് കഴിഞ്ഞ ആഴ്ച UK പഠിക്കാൻ പോയി. പഠിക്കാൻ പോയതിന് ശേഷം ഇവൻ സങ്കടത്തിലായിരുന്നു. മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മോളൂടെ എടുത്തോളൂ. ശാസ്ത്ര സാങ്കേതിക വളർച്ചയ്ക്കൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ രൂപത്തിലും ഘടനയിലും മാറ്റം വരുത്തി സമൂഹത്തിലേക്കുള്ള അവയുടെ ഒഴുക്കിൻ്റെ വേഗതയും വളർന്നു വരുന്ന ഈ കാലത്ത് അതിനെ അതിജീവിക്കാനായി, മയക്കുമരുന്നിന് അടിമപ്പെടാതെ വരും തലമുറയെ വാർത്തെടുക്കാനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും പകരം പ്രകൃതിയും അരുമ മൃഗങ്ങളും വർണ്ണ മത്സ്യങ്ങളും എന്നും ഒരു ലഹരിയായി മാറട്ടെ.